ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമായിരിക്കാം. എങ്ങനെയാണ് ഹൈന്ദവ ജനവിഭാഗങ്ങൾ ഈ ഒരു പ്രശ്നത്തെ സമീപിക്കുക എന്നത്, അതും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിൻ്റെ ഒരു കടന്നുവരവ് സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണ്ടേ ഈ ഒരു സംഗതിയെ കൂടി നമ്മൾ നോക്കിക്കാണേണ്ടത് ഇപ്പോൾ? ഞാൻ ഈ സംഗതിയെ പറയുന്നത് ഈ മതനിന്ദ എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കാരണം ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് ഈ മതനിന്ദ എന്ന് പറയുന്ന ഒരു നിയമവും അതിന്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെപ്പണൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സും. അതിന്റെ ഏറ്റവും വലിയ പ്രായോജകർ അത് ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ്. അത് ഹിന്ദുത്വയോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒന്നുമല്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഹിന്ദുത്വ എന്ന് പറയുന്നത് അതിന്റെ ഏഴയലത്ത് പോലും എത്തില്ല. ഇന്ത്യയിൽ അതിന് തുടക്കം ഇട്ടതുപോലും ഈ പറയുന്ന ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ നമ്മൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് പല തരത്തിലുള്ള വഴിയിലേക്ക് ഇത് പോകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നും ഞാനിവിടെ ഒരു ചോദ്യം വെച്ചു. ഇദ്ദേഹം ആ ചോദ്യത്തിന് ഏഴയലത്തേക്ക് ഉത്തരം പറയുന്നത് മറുപടിയാണ് നമ്മൾ ആ സ്ക്രീനിൽ നൽകുന്നത്. ആരാണ് പിന്തുണച്ചത് എന്ന് ചോദിച്ചതിന് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പക്ഷത്തുള്ള വളരെ നന്മയുടെ മുഖമായിട്ട് ഇവിടെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന ഒരു ഉസ്താദാണ് അൻസാരി സുഹരി ആലപ്പുഴ. ഈ പറയുന്ന വിഷയം ചേർത്തലയിൽ ഉണ്ടാകുമ്പോൾ ഇതേ ചേർത്തലയുള്ള ആലപ്പുഴയിൽ നിന്ന് തന്നെ വന്നിട്ട് ഇത്തരം ഈ വിവാദങ്ങൾ, ഈ ജിഹാദി പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൊടപിടിക്കുന്ന ഒരു ഉസ്താദാണ് ഈ പറയുന്ന അൻസാരി. അവിടെ വന്നതുകൊണ്ട് ബീഹാർ ഇലക്ഷൻ ആണെന്ന് പറയാനും അത് മറ്റു പല സാധനം ആണെന്ന് പറയാനും ഇപ്പോൾ ഈ വിഷയത്തിൽ പോലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആള്, അയാളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ്? ഈ ജിഹാദിത്തരമാണ്. അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ മറവിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പുസ്തകത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, ആ അനുഭവത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ അത് വെച്ചുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് കാണിക്കുന്ന ആ പേക്കൂത്ത്, ഇതാണ് ഇവിടുത്തെ ജിഹാദിത്തരം. ഇത് ഇവിടെ ഉണ്ടായിരിക്കുക. ഇതൊരു ഇവിടുത്തെ സാമാന്യ മുസ്ലിം പ്രതികരണം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഞാനടക്കം ഈ പറയുന്ന ജോസഫ് മാഷ് കൈവെട്ടിയത് നന്നായി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മുസ്ലിം ആയിരുന്ന വ്യക്തിയായിരുന്നു. അതിൽ നിന്നാണ് മാറി ഇന്ന് ഞാനിത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നാണ്. കാരണം എന്താണ്? ഈ ജിഹാദിത്തരം നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ട്. അവിടെ ഈ പറയുന്ന വിഷയം തിരിച്ചറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ഇരുന്ന് കുണുങ്ങിച്ചിരിക്കുന്ന നമ്മളുടെ ഈ പറയുന്ന ജലീലിന് പോലും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ഒരൊറ്റ ചെറിയ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. ഇദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന അതിന്റെ MA ബേബി എടുത്ത നിലപാടിനോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് നട്ടല് നിവർത്തി എന്നിട്ട് ഉത്തരം പറയാൻ കഴിയാത്ത ജലീൽ ഇരുന്ന് കുണുങ്ങി ചിരിച്ചാൽ അതൊരു കുണുങ്ങിച്ചിരിയായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ സമയത്ത് ഉത്തരം തരണമായിരുന്നു. അത് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ജിഹാദികൾക്ക് ഈ പറയുന്ന പണി ചെയ്യുന്നതിന് വേറെ മാമാ പണി തന്നെയാണ് നമ്മൾ പറയുക. അത് വേറെ വിഷയം പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇത് മതനിന്ദാ നിയമം ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന കുഴപ്പത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ മതനിന്ദാ നിയമം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് ഇവിടെ വൺ സൈഡഡ് ആയിട്ട് ഇതേപോലെ ഈ ഇടതുപക്ഷത്തിന്റെ കൈകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ കാലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അത് വലതുപക്ഷ ശാക്തീകരണത്തിന് പോലും വഴിവെക്കുകയും ഇത്തരത്തിലുള്ള മറുപടികളും പ്രതികരണങ്ങളും വരുമ്പോൾ അന്നേരം വന്നിരുന്നിട്ട് മോങ്ങിയിട്ട് ഇതുപോലെ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ട് വഴിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ ഈ നിയമം നടപ്പിലാക്കുക, ബാലൻസ് ചെയ്ത് നടപ്പിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം എടുത്തു കളയുക. എന്റെ പൊസിഷൻ ഇതിനെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇതിനെ സർവ മതനിന്ദ എന്ന് പറയുന്ന ഒരു ബർത്ത് റൈറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം കാറ്റുപോകുന്ന മതം ഇസ്ലാമിന്റെ മതവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്ലാമിക് പൊളിറ്റിക്സും ആയിരിക്കും. പിന്നെ ഈ പറയുന്ന ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഒരു ഭീഷണിയായിട്ട് ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മതനിന്ദാ നിയമങ്ങൾ അവസാനിപ്പിക്കുന്നതിനാകണം നമ്മളുടെ ചർച്ച എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.